അതെന്താ അങ്ങനെ? അങ്ങനെ വഴിക്ക് വാ. പറ. എല്ലാവർക്കും ദുർഗയാവാൻ പറ്റുമോ? വേണ്ട വേണ്ട വേണ്ട. ദേ ഇനി സോപ്പിടാനൊന്നും നോക്കണ്ട. മനസ്സിലിപ്പോ എന്താന്ന് എനിക്ക് മനസ്സിലായി. തന്റെ മനസ്സില് ഭാവി ഹസ്ബൻഡിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത് എന്താന്ന് പറ. ആദ്യം കിരണിന് എങ്ങനെയുള്ളൊരു ഭാര്യ വേണോന്ന് പറ. അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഓഹോ, അങ്ങനെയാണോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്നെ കൊണ്ട് പറയിക്കാനുള്ള പരിപാടിയാണല്ലേ? ശരിയാക്കി തരാം. എന്താന്നും പറയാത്തെ? പറയാം പറയാം. എന്റെ ഭാര്യ പെട്ടെന്ന് ദേഷ്യം വരുന്നവളാവരുത്. നല്ല അടക്കവും ഒതുക്കവും ഉള്ള പാവം കുട്ടിയായിരിക്കണം. നല്ല ഹോംലി ആയിരിക്കണം. പ്രത്യേകിച്ച് എന്നെ എതിർത്ത് സംസാരിക്കാനോ വെറുതെ ആർഗ്യൂ ചെയ്യാനോ ഒന്നും പാടില്ല. പിന്നെ എന്റെ ലക്ഷ്യം, എന്റെ കരിയർ എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ എന്നെയും കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കണം. നിക്ക് 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 പറയട്ടെ. പിന്നെ നല്ല മെലിഞ്ഞുണങ്ങി ഫിറ്റായി ദേ ഇതുപോലെ. ഏയ് അതൊന്നും വേണ്ട. നല്ല ചബ്ബിയായി ക്യൂട്ടായി തക്കുടുമായിട്ടിരിക്കണം. ചുരുക്കി പറഞ്ഞ നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഒരു പക്ക കുലസ്ത്രീ ആയിരിക്കണം. കുലീന ആയിരിക്കണം. ഒരു കാരണവശാലും വീരശൂര പരാക്രമിയായ ഝാൻസി റാണിയെ പോലൊന്നും ആയിരിക്കരുത്. കിരൺ ഇത്ര മെയിൽ ഷോവിനിസ്റ്റ് ആണെന്ന് ഞാൻ കരുതിയില്ല. അതെ, ഞാൻ ആർത്തതി പറഞ്ഞതല്ല. പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെങ്കിലും സംഭവം അത് തന്നെ. എല്ലാ ആണുങ്ങൾക്കുണ്ട് ഇങ്ങനെ ചില സങ്കല്പങ്ങള്. ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് എന്താ ഐഡന്റിറ്റി ഇല്ലെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. എനിക്കെല്ലാം മനസ്സിലായി. ചുരുക്കി പറഞ്ഞ കിരണിന് എന്നെ പോലൊരു പെൺകുട്ടിയെ ഇഷ്ടമേ അല്ല. അതല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. എനിക്കെങ്ങനെയാ തന്നെ ഇഷ്ടാവാതിരിക്ക? ഞാൻ വേറെ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞതാ. അതെന്താ അങ്ങനെ? അങ്ങനെ വഴിക്ക് വാ. പറ. എല്ലാവർക്കും ദുർഗയാവാൻ പറ്റുമോ? വേണ്ട വേണ്ട വേണ്ട. ദേ ഇനി സോപ്പിടാനൊന്നും നോക്കണ്ട. മനസ്സിലിപ്പോ എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഹെൽപ്പ് ചെയ്യാടോ? വേണ്ട, എനിക്കറിയാം ഇതൊക്കെ ചെയ്യാൻ. ഇയാളുടെ ഡ്രസ് ഇയാൾ തന്നെ മടക്കി വെച്ചോ. തന്റെ സങ്കല്പത്തിലെ ഭാര്യയ്ക്ക് ഇത് മടക്കാൻ അറിയത്തില്ല.
ചെല്ല്, പോയി സംസാരിക്കാം. നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ വന്ന് ശരിയാവത്തില്ല. അച്ഛനോട് നീ ഒറ്റയ്ക്ക് എന്ന് പറയുന്നേ നല്ലത്. എന്നാലും കുറച്ചൊന്ന് കരഞ്ഞ് അഭിനയിച്ചൊക്കെ പറഞ്ഞാ മതി. ചെല്ലേ ചെല്ല്, അപ്പച്ചി, ചെല്ല് അങ്ങോട്ട്. പോ. അച്ഛാ, എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നേ ഉള്ളൂ. പൃഥ്വി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ തനിച്ചാ വന്നേ. ആ, ഇരിക്കും മോളെ. ദാ ചപ്പാത്തി കഴിക്കേ. എനിക്ക് വേണ്ട അച്ഛാ. മോളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഇനി ഞാൻ അവിടേക്ക് പോകുന്നില്ല. അതെന്താ? മോളും പൃഥ്വിയും തമ്മില് വല്ല വഴക്കുണ്ടായോ? ഇല്ല. പിന്നെ പിന്നെന്താ പ്രശ്നം? മോളെ, നീ എന്തിനാ കരയുന്നേ? നിങ്ങൾ എല്ലാരും കൂടെ ആലോചിച്ചിട്ടല്ലേ ഈ കല്യാണം നടത്തി തന്നത്. ഇപ്പൊ എനിക്കവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. നീ കരയാതെ കാര്യം പറ. എന്താ മോളുടെ പ്രശ്നം? എന്റെ ചേച്ചി തന്നെ എന്റെ പ്രശ്നം. ദുർഗയും കിരണോട് വന്നേ പിന്നെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. പൂർണിമ വെച്ച് ദുർഗ അവിടെ നിർത്തിയിരിക്കുന്നത് അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പൃഥ്വി ഉൾപ്പെടെ എല്ലാവരും അതിന്റെ നീരസ് എന്നോടാ കാണിക്കുന്നത്. ദുർഗയ്ക്ക് ഞാൻ കൂടെപ്പിറപ്പാണെന്ന് ചിന്തയില്ലെങ്കിലും മറ്റുള്ളവരുടെ കണ്ണില് ഞാൻ ദുർഗയുടെ അനിയത്തിയായി പോയില്ലേ. ദുർഗമോൾ ആർക്കും ദോഷം വരുന്ന ഒന്നും ചെയ്യാത്ത ആളല്ലേ മോളെ? അപ്പൊ ഞാൻ കള്ളം പറയുന്നു എന്നാണോ? അങ്ങനെയല്ല. ചെറുപ്പം മുതൽ ഇങ്ങനെ അച്ഛന് ദുർഗയെ മാത്രമേ വിശ്വാസമുള്ളൂ. ദുർഗ എന്ത് ചെയ്താലും അത് ശരി, അതേ കാര്യം ഞാൻ ചെയ്താലോ അത് വലിയ തെറ്റ്. എന്നോട് എന്തിനാ അച്ഛാ ഈ വേർതിരിവ്? രണ്ടാം ഭാര്യയുടെ മകളായിട്ട് ജനിച്ചത് എന്റെ കുറ്റമാണോ? എന്തൊക്കെ മോളെ നീ പറയുന്നത്? ഞാൻ വേർതിരിവ് കാണിച്ചെന്നോ? എന്റെ മക്കളെല്ലാം എനിക്ക് ഒരുപോലെയാ. അതൊക്കെ വെറുതെയാ. ദുർഗയോട് സംസാരിക്കുന്നതിന്റെ പകുതിയെങ്കിലും അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് പലപ്പോഴും അച്ഛൻ ദുർഗയോട് സംസാരിക്കുന്നതും കൊഞ്ചിക്കുന്നതും മറിഞ്ഞു എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്.